വയനാട്ടിലേക്കും ചേലക്കരയിലേക്കും എത്തിയാൽ അവിടെ പരസ്യ പ്രചാരണം മറ്റന്നാൾ അവസാനിക്കാനിരിക്കെ പ്രധാന നേതാക്കൾ മണ്ഡലങ്ങളിൽ ഉണ്ട് എന്നുള്ളതാണ്. ഇനി 4 ദിവസമേ ഉള്ളൂ അവിടെ വോട്ടെടുപ്പിന് ബാക്കി. ചേലക്കര മണ്ഡലത്തിൽ ഇന്ന് 3 യോഗങ്ങളിൽ സംസാരിക്കുന്ന മുഖ്യമന്ത്രി നാളെയും മണ്ഡലത്തിൽ തുടരും. പാലക്കാട്ടെ കള്ളപ്പണ വിവാദത്തിൽ മുഖ്യമന്ത്രി പ്രതികരിക്കുമോ എന്നതിലും ആകാംക്ഷയുണ്ട്. മുള്ളൂർക്കരയിലെ UDF റാലിയിൽ KPCC അധ്യക്ഷൻ K സുധാകരൻ പങ്കെടുക്കും. MG മിഥുനാണ് നമുക്കൊപ്പം ചേരുന്നത് ചേലക്കരയിൽ നിന്ന്. മിഥുൻ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഇന്ന് മുഖ്യമന്ത്രി അടക്കം മണ്ഡലത്തിലുണ്ട്, വിവിധ പൊതു പരിപാടികളുണ്ട്. എങ്ങനെയാണ് അതിന്റെയൊക്കെ വിശേഷങ്ങൾ? ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും നമുക്കറിയാം വളരെ ആവേശത്തിൽ തന്നെയാണ് ചേലക്കരയുള്ളത്. കാരണം ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ പരസ്യപ്രചരണം അവസാനിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ അവസാനവട്ട വോട്ടുറപ്പിക്കുന്നതിന് വേണ്ടി നെട്ടോട്ടത്തിലാണ് സ്ഥാനാർത്ഥികളെല്ലാം ഉള്ളത്. ഞാനിപ്പോൾ ഉള്ളത് തളിയിൽ എന്ന സ്ഥലത്താണ്. തളിയിൽ വലിയ രീതിയിൽ ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട്. കാരണം ഇന്ന് മുഖ്യമന്ത്രി ഇവിടെ 2 ദിവസത്തെ പര്യടനത്തിനായി ചേലക്കരയിൽ എത്തുന്നുണ്ട്. അതിൽ ആദ്യ പരിപാടി ഈ വരവൂർ പഞ്ചായത്തിലെ തളിയിൽ എന്ന പ്രദേശത്താണ്. ഇവിടെ അതിന്റെ ഒരുക്കങ്ങളൊക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. പോലീസ് സന്നാഹമുണ്ട്. ഒപ്പം തന്നെ സുരക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം നിരവധി ആളുകളും ഇവിടെയുണ്ട്. നമുക്ക് അതിനു മുമ്പ് തന്നെ ഇവിടുത്തെ ഇന്നത്തെ പര്യടനത്തെക്കുറിച്ച് കാര്യങ്ങൾ നോക്കുമ്പോൾ ഇന്ന് മുഖ്യമന്ത്രിക്ക് 3 പരിപാടികളാണുള്ളത്. മുള്ളൂർക്കര പഞ്ചായത്ത്, ഒപ്പം തന്നെ വരവൂർ പഞ്ചായത്ത്, ദേശമംഗലം പഞ്ചായത്ത്. ഈ 3 പഞ്ചായത്തുകളിലെ 3 ഇടങ്ങളിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും. രാവിലെ 10:00 ഇവിടുത്തെ പരിപാടി നടക്കുക. അതിനുശേഷം വൈകിട്ടാണ് 2 പരിപാടികൾ അറേഞ്ച് ചെയ്യുകയും ചെയ്തിട്ടുള്ളത്. ഈ 3 മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പര്യടനമുള്ളത്. ഒപ്പം തന്നെ ഉച്ചയോടുകൂടി ഇവിടുത്തെ ചുമതലയുള്ള നേതാക്കളുമായും ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമൊക്കെയായി മുഖ്യമന്ത്രി കൂടിയാലോചനകൾ നടത്തും. കാരണം അവസാന ലാപ്പിൽ എങ്ങനെയാണ് ഇവിടുത്തെ സാധ്യതകൾ, മുൻകാലത്തെ പോലെയല്ല, ഒരു ടൈറ്റ് ഷെഡ്യൂളിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് സംബന്ധിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി ഇന്ന് കൃത്യമായി ചോദിച്ചറിയുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം K രാധാകൃഷ്ണൻ മണ്ഡലത്തിൽ ഇല്ല എന്നുള്ളതും ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ തന്നെ നേരത്തെ വാർത്ത കൊടുത്തതായിരുന്നു. അതായത് UR പ്രദീപിന് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി ഇത് നേരിട്ട് അറിയിക്കുകയും K രാധാകൃഷ്ണൻ പര്യടനത്തിൽ സജീവമാകുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അതിന് മറുപടിയായി വലിയ ബൈക്ക് റാലിയൊക്കെ നടത്തി K രാധാകൃഷ്ണൻ സജീവമാകുന്നു എന്നുള്ള തോന്നിപ്പിക്കലുണ്ടായിരുന്നുവെങ്കിൽ പോലും തന്നെ തൊട്ടടുത്ത ദിവസം തന്നെ K രാധാകൃഷ്ണൻ ഡൽഹിക്ക് പോയതാണ്. അതിനുശേഷം തിരികെ ഇതുവരെയും എത്തിയിട്ടില്ല. ഇന്ന് മുഖ്യമന്ത്രി ഉള്ള ദിവസമാണ്. ഇന്ന് അദ്ദേഹം എത്തുന്നുണ്ടോ എന്ന് പോലും ഒരു കൃത്യമായ വിവരം നൽകാൻ നേതാക്കൾക്കോ അല്ലെങ്കിൽ അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന വൃത്തങ്ങൾക്കോ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതേസമയം UDF ആണെങ്കിൽ വളരെ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കാരണം മുൻകാലങ്ങളിൽ എങ്ങും ഇല്ലാത്ത തരത്തിലുള്ള ഒരു പ്രചരണം നടത്താൻ ചേലക്കരയിൽ UDFന് സാധിച്ചിട്ടുണ്ട്. നേതാക്കളുടെ ഒരു വലിയ നിര ഇവിടെയുണ്ട്. ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇവിടെ കൊണ്ടുവന്ന് പ്രചരണം നടത്താനുള്ള ഒരു നീക്കം നടത്തിയെങ്കിലും പോലും തന്നെ അതിൽ ടൈറ്റ് ഷെഡ്യൂൾ ആയതുകൊണ്ട് തന്നെ വയനാട് അടക്കമുള്ള മേഖലകളിൽ കൃത്യമായി പര്യടനത്തിന് എത്തേണ്ടതായതുകൊണ്ട് ഇവിടേക്ക് വരാനുള്ള സാധ്യത പിന്നീട് മങ്ങുന്നതാണ് കാണാൻ സാധിച്ചത്. എങ്കിൽ പോലും തന്നെ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. ഇന്ന് KC വേണുഗോപാൽ ഇന്ന് മണ്ഡലത്തിലേക്ക് എത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വൈകിട്ടൊരു പൊതുറാലിയുണ്ട്. KPCC അധ്യക്ഷൻ പങ്കെടുക്കുന്ന പൊതുറാലി മുള്ളൂർക്കരയിൽ വെച്ചാണ് നടക്കുന്നത്. ആ സമയത്ത് അവിടെ മുഖ്യമന്ത്രിയുടെ പരിപാടിയുമുണ്ട് എന്നുള്ളതാണ്. അതേസമയം K ബാലകൃഷ്ണന്റെ ഒരു ചിത്രം നോക്കുമ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രചരണം നടത്തുന്നു എന്ന് നമുക്കൊരു തോന്നിപ്പിക്കലുണ്ടായിരുന്നുവെങ്കിൽ പോലും തന്നെ സംസ്ഥാന നേതാക്കളുടെ പോലും ഒരു സാന്നിധ്യം ഈ മണ്ഡലത്തിൽ കാണാൻ സാധിക്കുന്നില്ല BJP സ്ഥാനാർത്ഥിക്കൊപ്പം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ K സുരേന്ദ്രൻ വന്നു പോയത് ഒഴിച്ചു കഴിഞ്ഞാൽ കേന്ദ്ര നേതാക്കളൊക്കെ തന്നെ വന്ന് വലിയ രീതിയിൽ പ്രചരണം നടത്തുമെന്നായിരുന്നു നേരത്തെ അറിയിച്ചത്. പക്ഷേ കേന്ദ്ര നേതാക്കളായി പറയാൻ രാജീവ് ചന്ദ്രശേഖർ ഒഴികെ മറ്റ് നേതാക്കളൊന്നും തന്നെ എത്തിയില്ല. സുരേഷ് ഗോപി ഒരു തവണ വന്നു പോയതാണ്. കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു പോയതിനു ശേഷം മണ്ഡലത്തേക്ക് തിരിച്ച് നോക്കിയിട്ടേയില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അങ്ങനെ നേതാക്കളുടെ ഒരു സഹകരണം അല്ലെങ്കിൽ നേതാക്കൾ ഇവിടേക്ക് വരുന്നില്ല എന്നുള്ളതാണ് BJPയെ സംബന്ധിച്ച് വലിയ രീതിയിൽ വെട്ടിലാക്കുന്നത്. എന്തായാലും മണ്ഡലത്തിൽ സജീവമായി തന്നെ സ്ഥാനാർത്ഥികൾ നെട്ടോട്ടത്തിലാണ്. ഇന്നും വലിയ രീതിയിൽ പര്യടനങ്ങളുണ്ട് ഈ പരിപാടികൾക്ക് പുറമെ എന്നുള്ളത് തന്നെയാണ്. എന്തായാലും ഇതിനോടൊപ്പം കുറച്ചധികം ആളുകൾ കൂടിയുണ്ട്. കാരണം ഇന്ന് മുഖ്യമന്ത്രി ഇന്ന് വരുവാണ്. ചേട്ടാ, എങ്ങനെയുണ്ട്? ഇപ്പം അവസാന ലാപ്പിലേക്കാണ്. ഇനി 3 ദിവസം മാത്രമേ ഉള്ളൂ ഈ പരസ്യ പ്രചരണം അവസാനിക്കാൻ. എങ്ങനെയാണ് ഇപ്പോൾ? ടൈറ്റ് ആണോ അവിടെ? ടൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പറഞ്ഞാല് ടൈറ്റ് അല്ല. എന്നാൽ ഞങ്ങൾ തന്നെ ഇവിടെ മുന്നിൽ നിൽക്കണത്. നമ്മൾ തന്നെ ഇവിടെ ജയിക്കാറുള്ള ഇവിടെ ദേവരുണ്ടായിട്ടുള്ള രാധാകൃഷ്ണനായിട്ടും പ്രതിമായിട്ടും എല്ലാവരുമായിട്ടും. അപ്പൊ ടൈറ്റ് എന്ന് പറയാൻ പറ്റില്ല. ടൈറ്റ് ഞങ്ങള് അതായത് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇത്രയും നാൾ ഇത്രയും വലിയൊരു ടൈറ്റ് കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രചരണം UDFനെ കൊണ്ട് നടത്താൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. മുൻകാലങ്ങളിൽ കാണുന്നതിനെക്കാട്ടി ഒരു അപ്പുറം നിൽക്കുന്നുണ്ടോന്ന് തോന്നുന്നുണ്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെ മുന്നിൽ എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ മുന്നിൽ ഞങ്ങളെ നിൽക്കണത് ഇവിടെ. അപ്പൊ അവര് ഈ ഒരു ഇത് മാത്രം ഇവിടുത്തെ രാഷ്ട്രീയം മാത്രം അവർ ചെറുതായിട്ടൊന്ന് ഉണ്ടായിട്ടുണ്ട്. അത്ര തന്നെ ഉള്ളു. ഇവിടെ ആദ്യം മുതൽ ഇതേവരെ ഞങ്ങൾ തന്നെ മുന്നിൽ. ഒരു ആശങ്ക ഉണ്ടോ? ആശങ്ക വല്ലതും ഉണ്ടെങ്കിൽ
ഇല്ല, ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പൊ കൊടിതോരങ്ങൾക്കോ ഫ്ലക്സിനൊന്നും പ്രാധാന്യമൊന്നുമില്ല. ഇവിടെ ഇപ്പൊ നിലവിൽ ചേലക്കര മണ്ഡലത്തിലെ 3 സ്ഥാനാർത്ഥികളിൽ അല്ലെങ്കിൽ 3 ലീഡിംഗ് സ്ഥാനാർത്ഥികളിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന ഒരാൾ UR പ്രദീപ് തന്നെയാണ്. കാരണം അദ്ദേഹം മുൻപ് ഈ മണ്ഡലത്തിൽ ചെയ്തിട്ടുള്ള വികസനങ്ങള്, അതുപോലെ തന്നെ അദ്ദേഹം ലാളിത്യം, അദ്ദേഹം ഈ നാട്ടുകാർക്ക് എന്നും സുപരിചിതനായിട്ട് ഒരാളാണ്. ഇപ്പൊ ഈ MLA അല്ലാത്ത കാലത്തും അത് എപ്പോഴും ഇവിടെ വരുന്ന ഒരാളാണ്, ജനങ്ങളുടെ കാര്യത്തിന് പോകുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ടെൻഷന്റെ ആവശ്യമില്ല. കാരണം ഈ ചേലക്കര മണ്ഡലത്തിലെ ഓരോ വ്യക്തികളുടെയും ഇനി ഇതിൽ ഒരു കാര്യം പ്രധാനം കഴിച്ചാൽ ഈ നാട്ടിലെ ഒരുവിധ കോൺഗ്രസിന്റെ പ്രവർത്തകര് ഒഴികെയുള്ള ആളുകളുണ്ടല്ലോ, അനുഭവമുള്ളവര്, അവരും പല കാര്യത്തിലും സമീപിക്കുന്ന ഒരാളാണ് UR പ്രദീപ്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ട് പോലും UR പ്രദീപിനെ കിട്ടുമെന്നാണ് പറയുന്നത്. തീർച്ചയായിട്ടും UR പ്രദീപ് ഒരു 20,000-ൽ കുറയാത്ത ഭൂരിപക്ഷത്തിന് ഈ മണ്ഡലത്തിൽ വിജയിച്ചിരിക്കുമെന്നത് ഉറപ്പാണ്. ഞാൻ എന്തായാലും ഇലക്ഷൻ കഴിഞ്ഞാൽ ഞാൻ ഇങ്ങോട്ട് വരും. വന്നിരിക്കും. അല്ല, വരുമ്പോ 23-ാം തീയതി നിങ്ങൾ ഇവിടെ ഈ തളി സെന്ററിൽ വരണം. വരുമ്പോ നമ്മള് ഇലക്ഷൻ എണ്ണി തുടങ്ങി മനസ്സിലായി. ഇവിടെ 1-ാം ബൂത്ത് ഇവിടെ തുടങ്ങുന്നത്, അതിൽ പിടിച്ച ലീഡ് അവസാനത്തെ ബൂത്തിൽ വരെ ഞങ്ങൾ പിടിച്ചിരിക്കും. അത് ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ്. കാരണം അതിന് വേറെ ഒരു കാരണം നോക്കണ്ട, ഇവിടെ LDF-ന്റെ സ്ഥാനാർത്ഥി സഖാവ് UR പ്രദീപാണ്. അതായത് 39,000 വോട്ടുകളുടെ വലിയ ചരിത്രപരമായിട്ടുള്ള ഭൂരിപക്ഷമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ അതിൽ കുറയുന്നു, ഇപ്പൊ 20,000-ലേക്കൊക്കെ എത്തുന്നു. അതെന്താണ് ഈ ഒരു വലിയ 39,000 എന്നുള്ള സഖാവ് KR രാധാകൃഷ്ണൻ കിട്ടിയിട്ടുള്ളതാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ചേലക്കര അതൊരു വേറൊരു വ്യക്തിപ്രഭാവമാണ്. നമ്മൾ അത് അവകാശം ഉന്നയിക്കണമെന്നില്ല. കാരണം സഖാവ് UR പ്രദീപ് ഫസ്റ്റ് മത്സരത്തിൽ 10,900 ഒരു തുടക്കക്കാരെന്ന രീതിയിൽ കിട്ടിയത്. പക്ഷെ 20,000-ൽ കുറയാത്ത എന്നാണ് ഞാൻ പറഞ്ഞത്. 20,000 ഇതില്ല, 20,000 കുറയാത്ത വോട്ട് എന്ന് പറഞ്ഞാൽ കൂടുതൽ കിട്ടാനും സാധ്യതയുണ്ട്. ഒപ്പം തന്നെ ഇവരൊക്കെ പറയുന്നുണ്ട് ഇവിടെ മറ്റേ വികസനം ഒന്നും എത്തിയിട്ടില്ല എന്നൊക്കെയാണ് പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നത്. അങ്ങനെയാണോ? അല്ലല്ല, അതെന്തറിയോ, രമ്യ ഹരിദാസ് ഒന്നും ചെയ്തിട്ടില്ല. ഒരു 2 വർഷം MP ആയിരുന്നു. മറ്റേ 2 ഹൈമാസ് ലൈറ്റ് അതൊക്കെയാണ് ഇവിടെ വരൊരു പഞ്ചായത്തിൽ ചെയ്തത് കാണാനുള്ളത്. ഇവിടെ പ്രദീപ് വന്നിട്ട് എന്തെല്ലാം വികസനങ്ങള് വരൊരു പഞ്ചായത്തില് മറ്റേ സ്കൂള്, പിന്നെ ഡിസ്പെൻസറികള്, പിന്നെ ഇനി എന്തൊക്കെയാ IT പിന്നെ ഞാൻ ചോദിക്കുന്നത് ഇവിടുത്തെ റോഡുകളൊക്കെ എങ്ങനെയുണ്ട്? കാരണം ഞങ്ങൾ പല റോഡുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് റോഡുകളൊക്കെ തല്ലിപ്പൊളികളൊക്കെയാണ്. അതെന്തുകൊണ്ട് അത് വല്ല പണിയുടെ എന്തുകൊണ്ടാണോ അതോ കാലാകാലങ്ങൾ ഇങ്ങനെ കിടക്കുന്നത്? അങ്ങനല്ല, ചില റോഡുകളുടെ പിന്നെ ചില റോഡുകൾ എന്തറിയോ, അതിന്റെ ഈ ജലനിധി ബന്ധപ്പെട്ടുള്ള കാര്യം അങ്ങനെയാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണ്. അല്ലാതൊരു മറ്റേ പ്രതിപക്ഷ പാർട്ടികൾ പറയുന്നതിലൂടെയല്ല. അല്ല, അവരത് എന്തെങ്കിലും പറഞ്ഞു, അവര് വേറെ ഒന്നും പറയില്ല. അപ്പൊ എന്തെങ്കിലും പറഞ്ഞു നിൽക്കണ്ട. അതിന് വേണ്ടിട്ട് ഇപ്രാവശ്യം ഒരു മുന്നേറ്റം അവർ നടത്തി എന്ന് പറഞ്ഞ ഫ്ലക്സ് കൊണ്ട് മാത്രമേ ഫ്ലക്സ് കൊണ്ട് മാത്രമുള്ള മുന്നേറ്റം മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ലൈറ്റുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തിൽ നമ്മൾ രസകരമായിട്ട് ഇങ്ങനെ പല ദിവസങ്ങളിൽ ഇങ്ങനെ ഇതിലെ പ്രതികരണം തേറാറുണ്ട്. അതായത് ഈ റോഡിൽ കുഴിയുണ്ട്, കുഴിയിൽ വന്ന് വീണ് മറിഞ്ഞു കിടക്കുമ്പോൾ രാത്രിയിൽ ആരെങ്കിലും കാണട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ലൈറ്റ് വെച്ചേക്കുന്നത് എന്നാണ് പറയുന്നത്. അങ്ങനെയാണോ? അങ്ങനെയല്ല. അവർക്ക് വേറെ ഒന്നും പറയില്ല. അവര് ചെയ്ത ഒരു നല്ല പ്രവൃത്തി ഇവിടെ അവർക്ക് പറയില്ല. അപ്പൊ അവരെന്തേലും ഇങ്ങനെ അതിലുള്ള കാര്യങ്ങൾ പറയാൻ പിടിച്ചു നിൽക്കാന്നല്ലാണ്ട് വേറെ കാര്യമൊന്നുമില്ല. പിന്നെ കുറച്ച് ഫ്ലക്സും കൂടി തോരണങ്ങളൊക്കെ കുറച്ച് കൂടുതൽ എല്ലാ പ്രാവശ്യമായിട്ട് കുറച്ച് കൂടുതൽ കെട്ടിയിട്ടുണ്ട്. അതിൽ വെച്ച് ഇവിടെ കോൺഗ്രസിന് വലിയ പ്രത്യേകമായിട്ടുള്ള പ്രാധാന്യം ലൈറ്റ് അല്ലാന്ന് തന്നെയാണ്. അല്ല, തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ല.